മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങളിവിടെ കാനഡയിലെത്തിയതിന് ശേഷം പുറത്ത് പോകാൻ ഇറങ്ങിയപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, തണുപ്പുണ്ട്, 2 ഡിഗ്രി ആയിരുന്നു തണുപ്പ്. പക്ഷേ മഴ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒന്ന് പുറത്ത് ചുമ്മാ ഒന്ന് അടുത്തൊരു കടയുണ്ട്, അവിടേക്ക് പോയി അല്പം സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകായിരുന്നു. നടന്നു പോയപ്പോൾ വഴിയിൽ കണ്ടത് ഒക്കെ ഞാൻ വീഡിയോയിൽ എടുത്തതാണ്. ഇവിടെ കുറേ സൂപ്പർ മാർക്കറ്റുകളും കുറേ കടകളൊക്കെ ഉണ്ട്. അറബ്സിൻ്റെ കടയുണ്ട്, ഇന്ത്യൻ സ്റ്റോറുണ്ട്. നമ്മളിവിടെ ഈ ഒരു ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനി നമ്മൾ പിറ്റേ ദിവസം ഒന്ന് വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ കണ്ട റോഡ് സൈഡിൽ കണ്ട കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ എടുത്തതാണ്. ഇവിടുത്തെ വീടുകളൊക്കെ ഇതാ ഇതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ള കൊച്ചു കൊച്ചു വീടുകളാണ്. വീടുകളെല്ലാം തന്നെ 2-3 നിലകളൊക്കെ ഉള്ളതായിരിക്കാം. അതിൻ്റെ താഴെ ബേസ്മെൻറ്റും ഉണ്ടായിരിക്കും. അവിടെയും ആളുകൾ താമസിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ അടുത്തൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ ഡോളർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കതുപോലെ ചെയ്യാം. അതുപോലെ പ്രസ്റ്റോ കാർഡ് നമുക്ക് എടുക്കണമെങ്കിൽ ആ കാർഡ് എടുക്കാം. ആ കാർഡ് നമ്മൾ എത്ര ഡോളറിനാണോ നമ്മളത് എടുക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് പിന്നീട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ പ്രസ്റ്റോ കാർഡ് എന്ന് പറയുന്നത് നമ്മൾ ട്രാവൽ ചെയ്യാനുള്ള കാർഡാണ്. അപ്പോൾ ഇതുപോലെ കോയിൻസ് അല്ലെങ്കിൽ ഡോളർ ഈ കാണുന്ന മെഷീൻ്റെ കോയിൻസ് എന്ന് കാണിച്ചിരിക്കുന്നിടത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു കാർഡ് ഉണ്ടെങ്കിൽ ആ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതും നമുക്ക് ഈ മെഷീനിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കറിയാം. ഇനി എത്ര അതിനകത്ത് ബാലൻസ് ഉണ്ടെന്നുമൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഞങ്ങൾ ടൊറൻറ്റോയിലേക്ക് പോകാനായിട്ട് വന്നിരിക്കുന്നതാണ്. കിച്ചണറിലാണ് നമ്മളുള്ളത്. ഇവിടുന്ന് ടൊറൻറ്റോയിലേക്ക് നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ പോയിട്ട് ബ്രാംപ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ ചെല്ലും. അവിടെ നിന്നും പിന്നീട് ട്രെയിനിൽ കയറിയിട്ടാണ് ടൊറൻറ്റോയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് പോകാനുള്ള ബസ്സാണ് ഈ വരുന്നത്. ബസ്സിൽ കയറാനായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ലൈൻ നിൽക്കുകയാണ്. ആദ്യം വരുന്ന ആളനുസരിച്ചിട്ട് അവിടെ ക്യൂ നിന്നിട്ട് വേണം ബസ്സിൽ കയറാനായിട്ട്. മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കുടയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. നല്ല ക്യൂ ആണ്. ബസ് ഡബിൾ ഡെക്കർ ബസ്സാണ്. ബസ് ഓടിക്കുന്ന ഡ്രൈവറെ കണ്ടപ്പോൾ ഞാനന്ന് നെറ്റിപ്പോയി. കാരണം 30 വയസ്സിൽ താഴെ പ്രായമുള്ള ചെറിയൊരു മെലിഞ്ഞൊരു പെങ്കൊച്ചാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബസ്സിൻ്റെ മുകളിലാണ് കയറിയിരിക്കുന്നത്. ഇനിയും ആൾക്കാരുടെ ബസ്സിൽ കയറാനുണ്ട്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഞാനിവിടെ വീഡിയോയിൽ എടുക്കുന്നുണ്ട്.
ടൗണിൽ നിന്നും ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നിറയെ മരങ്ങളുള്ള സ്ഥലങ്ങളാണ്. എല്ലാം ഇല കൊഴിഞ്ഞ് നിൽക്കുന്ന മരങ്ങളാണ് കാണുന്നത്. ഇടയ്ക്ക് പൈൻ മരങ്ങൾ ധാരാളം കാണാം. ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ എടുത്തു ഇവിടെ എത്താനായിട്ട്. ഇനി ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിനിൽ കയറാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. എല്ലാം തന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പോൾ ട്രെയിൻ 3 ഡെക്കായിട്ടുള്ള ട്രെയിനാണ്. ഞങ്ങളതിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ കയറിയിട്ടുണ്ട്. വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ടൊറൻറ്റോയിലേക്ക് പോവാം. ടൊറൻറ്റോയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ CN ടവർ ഇവിടെയാണുള്ളത്. നമ്മൾ ടൊറൻറ്റോയിൽ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചകളൊക്കെയാണ്. വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ ഒന്ന് ഞാൻ വീഡിയോയിൽ എടുത്തതാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. നമ്മളിപ്പോൾ ഇവിടുത്തെ മാളിലേക്കാണ് പോകുന്നത്. വലിയൊരു മാളാണ്. മാളിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. മാളിലെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സാധനങ്ങളും വാങ്ങി ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.